ശങ്കർ സാറാണ്. നമ്മളിന്ന് +1കാർക്ക് വേണ്ടിയുള്ള അടിപൊളി ചോദ്യങ്ങളാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കൂടി അല്ലാത്തതും എക്സാമിന് ഉറപ്പായിട്ടും വരുന്നൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് രണ്ടെണ്ണം. നിങ്ങൾ നോക്കി വേണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിരം ട്രെൻഡ് ചോദ്യങ്ങൾ. ഓക്കെ, നമ്മളല്ലാതെ കുഞ്ഞു ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നവർക്കെല്ലാം അബദ്ധം പറ്റും, പണി പാളും. ഇത്തിരി നല്ല ക്വസ്റ്റ്യൻസുകൾ പഠിച്ചോണം, പ്രത്യേകിച്ച് ട്രിഗണോമെട്രി. ഓക്കെ, ഇത് പറഞ്ഞാൽ നമ്മുടെ ട്രിഗണോമെട്രിയിലെയും രണ്ടാമത് നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഒരു റിലേഷൻ ഇല്ലാത്ത ചാപ്റ്റർ ഉണ്ടല്ലോ നിങ്ങൾക്ക്, ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. ഇത് രണ്ടും എക്സാമിന് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്. ഇതിപ്പോൾ ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യനാണ് എക്സാമിന് കേട്ടോ. അതുകൊണ്ട് ഇവനെയൊക്കെ പഠിച്ചോണം, നല്ല പോലെ അങ്ങോട്ട് പഠിച്ചോണം. ക്ലാസ് ഇഷ്ടപ്പെടണമെങ്കിൽ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്തേക്കണം, ഇല്ലെങ്കിലോ ചെയ്യണ്ട, അത്രേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഇഷ്ടപ്പെട്ടാൽ മനസ്സിലാകുന്നെങ്കിൽ പ്രയോജനം ഉണ്ടെങ്കിൽ ഒരാളിലോട്ടൊന്ന് ഷെയർ ചെയ്തേക്കണം. എല്ലാവരും മക്കളെ ക്വസ്റ്റ്യൻ വായിച്ചോ. അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഞാൻ വായിക്കുന്ന. കൂടെ നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ കൂടെ നിങ്ങളുടെ കമ്പ്യൂട്ടർ കൂടെ തലയിൽ ഇറക്കി വിടണം. tan A = 1/2, tan B = 1/3, ഷോ ദാറ്റ് A + B = 5/4. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. tan A = 1/2, tan B = 1/3, then A + B = 5/4. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത് പലർക്കും അറിയത്തില്ല. എങ്ങനെ ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. സാധാരണ നമുക്ക് പല ക്വസ്റ്റ്യൻസുകളും ട്രിഗണോമെട്രിയിലെ ഇന്നതാണ് ക്വസ്റ്റ്യനൊക്കെ മനസ്സിലാവും, പക്ഷെ അത് ചെയ്യാനാണ് അറിയാൻ വയ്യത്. ഇതെങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരു ക്വസ്റ്റ്യനാണ് ഇത്. പബ്ലിക് എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ അവനെ അങ്ങോട്ട് അടിപൊളിയായിട്ട് പഠിച്ചോണം. 2024 പബ്ലിക് എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ്. കുട്ടികളെല്ലാം ഇത്തിരി വിയർത്ത് പോയ ക്വസ്റ്റ്യനാണ് കേട്ടോ. മിക്കവർക്കും കിട്ടിയിട്ടില്ല, അതിനകത്ത് കുറ്റം പറയേണ്ട കാര്യമില്ല. ആരും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. tan A = 1/2, tan B = 1/3, ഷോ ദാറ്റ് A + B = 5/4 എന്നാണ്. അപ്പോൾ നമുക്കിത് തുടങ്ങാനുള്ളൊരു കാരണം വേണമല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ, ഒരു ക്ലൂ അല്ലെങ്കിൽ ഒരു സിഗ്നൽ. എങ്ങനെയാണ് അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ടാനുകളുടേതാണ് തന്നേക്കുന്നത് അല്ലേ. tan Aയും tan Bയും A + B ചോദിച്ചേക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് ഒത്തു നോക്കുമ്പോൾ നമുക്ക് ഏതായിരിക്കും എന്നെ മനസ്സിലാക്കുന്നത്? tan of A + B. വേറെ നമുക്ക് ഇനിയും പറ്റില്ലല്ലോ. ടാനുകൾ A + B, tan of A + B, ദാറ്റ്സ് ഓൾ. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള +1 ക്ലാസ്, മുഴുവൻ നോട്ട്സുകൾ, ഇക്വേഷൻ ബുക്കിലെറ്റ്, ക്വസ്റ്റ്യൻ പാക്കേജ്, ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഏതൊക്കെ പഠിക്കണം ഓരോ ചാപ്റ്റർ എന്നുള്ള കൃത്യമായിട്ടുള്ള തന്നുള്ള ക്ലാസ്സാണ്. 1 ഇയറിന് ഇത്രയുമേ ഉള്ളൂ ആകെ. ഓക്കെ, 1 ഇയർ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫുൾ മാർക്ക് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും വിത്ത് ന്യൂ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പം തുടങ്ങാം. അപ്പം നമ്മൾ തുടങ്ങേണ്ടതെന്ന് അറിയാമോനെ, tan of A + B എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം. വി ഹാവ് എന്നങ്ങ് എഴുതിക്കോ. എനിക്കറിയാം, അറിയത്തില്ലേലും കുഴപ്പമില്ല, അറിയാമെന്നങ്ങ് എഴുതുക. വി ഹാവ് tan of A + B. വാട്ട് ഈസ് tan of A + B? നിങ്ങൾ tan of X + Y പഠിച്ചേക്കുന്നത് അല്ലയോ? ഇവിടെ ഞാനിപ്പോൾ tan of A + B, കാരണം എയിലും ബിയിലുമാണ്. tan of A + B എന്താ പറയുക? tan A + tan B / 1 - tan A tan B. എന്താണ്? tan A + tan B / 1 - tan A tan B. ഓക്കെ, നമ്മൾ അങ്ങോട്ട് എഴുതാൻ പോവാണ്. tan A + tan B / 1 - tan A tan B. അത്രയേ ഉള്ളൂ. അങ്ങോട്ട് എഴുതി, അങ്ങോട്ട് എല്ലാം വൃത്തിയായിട്ട് അങ്ങോട്ട് എഴുതട്ടെ. tan A tan B. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ. tan of A + B ഫോർമുലയും തുടങ്ങി. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡാണ് മോനെ ചെയ്യേണ്ടത്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിൽ tan Aക്ക് ആരെ കൊടുക്കാം? 1/2. tan Bക്ക് ആരെ കൊടുക്കാം? 1/3. അങ്ങോട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും മോനെ? 1/2 + 1/3 / 1 - 1/2 × 1/3. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്നും ചെയ്യേണ്ട, അതവിടെ കിടക്കട്ടെ. റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്ത് വന്നാൽ മതി. ആൻസർ വരുമ്പോൾ നോക്കിക്കാൻ മോനെ, 1/2 + 1/3 ഒന്നുകൂടെ അതേപോലെ എഴുതി. ഓക്കെ, ഡിനോമിനേറ്ററിൽ 1 - 1/2 × 1/3. ഈ ഭാഗം മാത്രം നോക്കിയാൽ 1/2 1/3 1 × 1 1 2 × 3 6, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് ഇവിടെ വരുമ്പോൾ 1/6. അത്ര ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ന്യൂമറിൻ്റെ ഒരു ഫ്രാക്ഷനാണ്, ഡിനോമിനേറ്ററിൽ ഒരാൾ ഫ്രാക്ഷനാണ്, ഇയാളെ കൂടെ ഫ്രാക്ഷൻ ആക്കിയിട്ടങ്ങ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ന്യൂമറൽ ചെയ്യുമ്പോൾ നോക്കിക്കാൻ ബൈ ദ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ 3 × 1 ആൻസർ ആരാമനെ 3, 2 × 1 2 / 2 × 3 6, ദാറ്റ്സ് ബൈ. ഈ 1നെയും കൂടെ 1/1 എന്നിരിക്കുന്നത് അവിടെയും മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണം. ഇത്രയും 6 × 1 6 - 1 × 1 1/6 × 1 6 കഴിഞ്ഞു. ആൻസർ വരുമ്പോൾ ഞാൻ ഈ ഭാഗത്തോട്ട് ബാക്കി ചെയ്യാം, അല്ലെങ്കിൽ ഇവിടോട്ട് ചെയ്യാം അല്ലേ. 3 + എത്ര മോനെ? 5. അപ്പോൾ 5 / 6 / 6 - 1 അതും 5/6. അയ്യോ, രണ്ട് സെയിം മോനെ, വെട്ടിപ്പോയി കഴിഞ്ഞാൽ 1 കിട്ടും മോനെ. tan of A + B 1 എന്ന് കിട്ടി. ഇപ്പം എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ടല്ലേ? tan of A + B 1. അയ്യോ, ടാൻ്റെ ഏതോ ഡിഗ്രിക്ക് 1 ആവുന്നില്ല മോനെ. ഏത് ഡിഗ്രിക്കാണ് മോനെ?
വാല്യൂ 1 ആവുന്നത് ടാൻ്റെ ഏത് ഡിഗ്രിക്കാണ് 1 45. അപ്പോൾ ടാൻ ഓഫ് എ പ്ലസ് ബി 1 എന്ന് പറഞ്ഞാൽ ടാൻ ഓഫ് എ പ്ലസ് ബി 1 എന്ന് പറഞ്ഞാൽ ഈ എ പ്ലസ് ബിയുടെ പ്ലേസിൽ ഏത് ഡിഗ്രി വന്നെങ്കിൽ മാത്രമാണ് സംഭവിക്കുന്നതോ 30 വന്നാൽ പറ്റുമോ? അങ്ങനെ ടാൻ ഓഫ് 31 ആണോ? അല്ല, ടാൻ ഓഫ് 45 ആണ് വന്നത്. ദാറ്റ് മീൻസ് ഈ എ പ്ലസ് ബിയുടെ പ്ലേസിൽ ആര് വരണമെന്ന് അർത്ഥം 45. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും എ പ്ലസ് ബി ഈസ് ഈക്വൽ എത്ര മോനെ 45. 45 എന്ന് പറഞ്ഞാൽ റേഡിയൻ എത്ര മോനെ π/4 കഴിഞ്ഞു. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു π/4. അടിപൊളിയായിട്ട് മനസ്സിലായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേരെ, ലൈക്ക് ചെയ്തേരെ, മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വേണം. ഓക്കെ, നമുക്ക് അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അടിപൊളിയായിട്ട് ചെയ്തു തരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഗെയിമിന് മറ്റൊരു അടിപൊളി ചോദ്യമാണ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ എക്സ് സ്ക്വയർ ബൈ 1 + x². എഫ് ഫ്രം ആർ ടു ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലോട്ടാണ്. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് എഫ്. റേഞ്ച്, വാട്ട് ഈസ് മെൻ ബൈ റേഞ്ച്? നമ്മളൊരു ഫംഗ്ഷനുള്ളിൽ എക്സിന് ഇങ്ങനെ ഓരോ നമ്പറുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ തിരിച്ചിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് റേഞ്ച്. കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതിനനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കിട്ടുന്നവരെല്ലാം കൂടെ ഒരു എവിടെയെങ്കിലും നമ്മളൊന്ന് കളക്ട് ചെയ്തിട്ടാൽ ദാറ്റ്സ് കോൾഡ് റേഞ്ച്. ഇവിടെ അപ്പോൾ കിട്ടുന്നവരാരാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരു ലോജിക്കായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, x² ബൈ 1 + x². നിങ്ങൾക്ക് എക്സിന് ആരെയും കൊടുക്കാം, ആരെയും, പോസിറ്റീവ്, നെഗറ്റീവ്, ഫ്രാക്ഷന്, ഡെസിമൽ, എന്ത് വേണേൽ കൊടുത്തോളാം. എന്ത് വേണേൽ കൊടുത്തോ മക്കളെ. ആർ ടു ആർ കണ്ടോ, ആരെയും നിങ്ങൾക്ക് കൊടുക്കാം, ഒരു നിയന്ത്രണവും ഇല്ല. റിയൽ നമ്പറിൽ ആരെയും ഈ എക്സിൻ്റെ പ്ലേസിൽ കൊടുക്കാം. പക്ഷേ കിട്ടുന്നത് നീ എവിടം തൊട്ട് എവിടം വരെയാണെന്നൊന്ന് പറയണം. എവിടം തൊട്ട് എവിടം വരെ, ദാറ്റ് ഈസ് റേഞ്ച്. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഇന്നിടം തൊട്ട് ഇന്നിടം വരെ, അതാണ് റേഞ്ച്. അവിടം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് എക്സിന് ആരെങ്കിലുമൊക്കെ കൊടുത്താൽ കിട്ടുന്ന ആൻസറിനെ കുറിച്ചുള്ള ഒരു രൂപം, ഇവിടുത്തെ ആ ഫംഗ്ഷനുള്ളൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതൊന്ന് വായിച്ച് തീരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകതയുണ്ട്. x² ബൈ 1 + x². ഈ എക്സിന് നിങ്ങൾക്ക് ആരെ കൊടുത്താലും x²ൻ്റെ വാല്യൂ നിങ്ങൾക്ക് എന്തോ നമ്പർ ആയിരിക്കും മോനെ? പോസിറ്റീവ്. എക്സ് ഏത് നമ്പറാണെങ്കിൽ x² ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇവിടുത്തെ ഈ x² എന്തോ നമ്പർ ആയിരിക്കും? x² പോസിറ്റീവാണ്, 1ഉം പോസിറ്റീവ്. അപ്പം ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഇതൊരു പോസിറ്റീവേ ആൻസർ കിട്ടത്തുള്ളൂ എന്നുള്ളൊരു ക്ലൂ ഒന്നാമത്തെ കിട്ടി അല്ലേ. x² ബൈ 1 + x² ഈസ് ഓൾവേസ് പോസിറ്റീവ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ഓർ ഫോർ ഓൾ റിയൽ നമ്പേഴ്സ്. ശരിയല്ലയോ? എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്താലും x² ബൈ 1 + x² ഈസ് എ പോസിറ്റീവ് നമ്പർ. അപ്പോൾ നമുക്ക് കിട്ടി ഇതൊരു പോസിറ്റീവാണ്. ഈ ഫുൾ ആൻസർ എന്തായിരിക്കും? ഒരു പോസിറ്റീവാണ്, ഒരിക്കലും നെഗറ്റീവ് കിട്ടത്തില്ല. അപ്പോൾ 0-ന് ഇടത്തോട്ട് പോകില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയി. ഇതാണിങ്ങനെ 0, ഇതാണ് 0, ഇവിടെ നെഗറ്റീവ്, ഇവിടെ എന്താ മോനെ? പോസിറ്റീവാണ്. ഇതിന് ഇപ്പുറത്തോട്ട് ആൻസർ ഇല്ല. അപ്പോൾ നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. ഇനി പോസിറ്റീവ് ആണെങ്കിൽ ഇവിടം വരെ താഴെ ഏറ്റവും ചെറിയ നമ്പർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സിന് 0 കൊടുക്കുമ്പോൾ 0² ബൈ 1 + 0². ആൻസർ ആരെ കിട്ടാം? 0 കിട്ടാം. അപ്പോൾ നമുക്ക് നെഗറ്റീവ് വരത്തില്ലെന്ന് മനസ്സിലായി, 0 കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ ഏറ്റവും ചെറിയ വാല്യൂ ആരാ മോനെ? 0. അപ്പോൾ ആൻസർ എവിടം തൊട്ട് കിട്ടിത്തുടങ്ങാം? 0 തൊട്ട് കിട്ടിത്തുടങ്ങാം എന്നുള്ളതായി. 0 തൊട്ട് കിട്ടിത്തുടങ്ങാം. ഇനി എവിടം വരെ കിട്ടാം? അപ്പോൾ നമുക്കിങ്ങനെ 0 ഇത് 0 ആണ്, ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 അല്ലേ? പോസിറ്റീവ് അല്ല, ഇതെല്ലാം പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഇവിടം തൊട്ട് അങ്ങോട്ട് കിട്ടിത്തുടങ്ങാം എന്നർത്ഥം. എവിടം വരെ കിട്ടാം അവിടെ? അതിൽ നീ എവിടം തൊട്ട് എവിടം വരെ കിട്ടും, അതാണ് റേഞ്ച്. എവിടം വരെ, എവിടെ നിന്ന് തുടങ്ങിയെന്ന് മനസ്സിലായി? 0 തൊട്ട് എവിടം വരെ കിട്ടുവിടാ. കിട്ടുന്നതിനെക്കുറിച്ചുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആൻസർ നിങ്ങൾക്ക് എവിടം വരെ കിട്ടും. ഇത് ഏറ്റവും വലിയ എത്ര മോനെ? ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ആൻസർ എവിടം തൊട്ട് കിട്ടാം? ഇപ്പോൾ നിങ്ങൾ ഉടനെ പറയും 0 to ഇൻഫിനിറ്റി. അതല്ല. ഓക്കെ, എവിടം വരെ കിട്ടാം എന്ന് പറഞ്ഞാൽ മോനെ ദേണ്ട ഇവിടം വരെ കിട്ടത്തുള്ളൂ. ദേണ്ട ഇവിടം വരെ. ഈ 1-ന് അപ്പുറത്തോട്ട് സംഭവം പോകത്തില്ല കേട്ടോ. മാക്സിമം വാല്യൂ 1-ന് ഇപ്പുറം. 1 എന്ന് പറയുന്നത് ഒരിക്കലും ടച്ചും ചെയ്യത്തില്ല. 1 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടത്തില്ല, 1-ന് ഇപ്പുറം. ഓക്കെ, 1-ന് ഇപ്പുറമേ കിട്ടത്തുള്ളൂ. ദേണ്ട അപ്പോൾ നിങ്ങൾ അതെങ്ങനെ 1-ന് ഇപ്പുറം കിട്ടുന്നത് എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കാം. നോക്കിക്കേ, ഇങ്ങനെ എഴുതാവുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ 1 കിട്ടില്ല, 1-ന് ഇപ്പുറത്തേ കിട്ടത്തുള്ളൂ. പക്ഷേ 0 തൊട്ട് കിട്ടി തുടങ്ങാം. എന്തുകൊണ്ടാണ്? എക്സിന് 0 കൊടുത്താൽ 0² ബൈ, ഇവിടെ ന്യൂമറൽ 0 ആകുമ്പോൾ ആൻസർ എന്തായി? 0. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ 0, ഏറ്റവും വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ 1-ന് ഇപ്പുറം. 1ഉം കിട്ടത്തില്ല. എന്തുകൊണ്ടാണ് 1 കിട്ടാത്തതെന്ന് കേട്ടോ. x² ബൈ 1 + x². ഒരിക്കലും നമുക്ക് ഇതിൻ്റെ ആൻസർ 1 കിട്ടാത്തതിന് കാരണം ഇതൊരു എപ്പോഴും ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ എപ്പോഴും ചെറുത്, ഡിനോമിനേറ്റർ എപ്പോഴും വലുതായിരിക്കും. കാരണം നോക്കിക്കോ, ഇപ്പോൾ എക്സിന് 2 കൊടുത്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1 കൊടുത്തു കഴിഞ്ഞാൽ എത്ര മോനെ? 1² ബൈ 1 + 1². ആൻസർ ഈസ് 1/2. 1/2ൻ്റെ വാല്യൂ 1 അല്ലല്ലോ. ഇനി 2 കൊടുത്തു വെച്ചാൽ എത്ര മോനെ? 2² ബൈ 1 + 2². അപ്പോൾ ആൻസർ ഈസ് 4/5. കണ്ടോ, എപ്പോഴും ന്യൂമറേറ്റർ ചെറുത്, ഡിനോമിനേറ്റർ വലുതാണ്.
അപ്പോൾ എപ്പോഴും ആൻസർ വരുന്നത് 0.9 സംതിങ് ഒക്കെ വരത്തുള്ളൂ കൂടി വന്നാൽ കേട്ടോ. ഒരിക്കലും 1 എന്ന് കിട്ടും. നമുക്ക് ആൻസർ 1 കിട്ടണമെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആവണ്ടാകുമ്പോൾ ആൻസർ 1 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതുണ്ട് 1 കിട്ടണമെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താവണം? സെയിം ആവണം. ഇവിടെ ഒരിക്കലും സെയിം ആകത്തില്ല. എന്തുകൊണ്ടാണ്? ന്യൂമറേറ്ററിനേക്കാളും ഒന്ന് കൂടുതലാണ് ഡിനോമിനേറ്റർ. കണ്ടോ ഇവിടെ എക്സ് സ്ക്വയർ, ഇവിടെ എന്താണ് 1 + x² എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററായി x² ഒന്നുകൂടെ കൂടുതലാടാ. അപ്പോൾ എപ്പോഴും ഡിനോമിനേറ്റർ എപ്പോഴും ഒന്ന് കൂടുതലായിരിക്കും. ഇപ്പം 9/10 പോലൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ x² ആരാണോ അയാളേക്കാൾ ഒന്ന് കൂടുതലാണ് ഡിനോമിനേറ്റർ. അപ്പം ന്യൂമറേറ്റർ എപ്പോഴും ചെറുതായിരിക്കും, ഡിനോമിനേറ്റർ വലുതായിരിക്കും. ഒരിക്കലും അതുകൊണ്ട് ആൻസർ 1 കിട്ടത്തില്ല. 1 ഇപ്പുറം വരെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് 0 to ഇത് കണ്ടോ ഇവിടെ സെമി ക്ലോസിലാണ്. 0 കിട്ടും പക്ഷേ 1 കിട്ടില്ല, 1 ഇപ്പുറം വരെ. ഓക്കെ, ഇതാണ്. ഇതൊക്കെ ഇത്തിരി ഇങ്ങനെ സംസാരിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും പിടികിട്ടില്ല. നിങ്ങൾക്ക് എത്രത്തോളം പിടികിട്ടിയെന്ന് ആൻസർ നിങ്ങൾക്ക്. അപ്പോൾ 1 കിട്ടില്ല എന്നുള്ളതിൻ്റെ കാരണം മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ്? 1 കിട്ടണമെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആവണം. ഈ ഫ്രാക്ഷനിൽ ഒരിക്കലും ഏത് നമ്പർ കൊടുത്താലും ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ആവും മോനെ? ഇല്ല. x² മണ്ടയ്ക്ക് താഴെ 1 + x² എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഡിനോമിനേറ്റർ വലുതായിരിക്കും. ഡിനോമിനേറ്റർ വലുത്, ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ ആൻസർ എപ്പോഴും 1 കുറവായിരിക്കും. അതാണ് കേട്ടോ. അപ്പോൾ 1 ഒരിക്കലും വരത്തില്ല, 1 കുറവ്. അപ്പോൾ 0 തൊട്ട് ഇവിടം വരെ 1 ഇപ്പുറം വരെ. അതാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഷെയർ ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.